نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله السميع العليم من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم الذين آمنوا وتطمئن قلوبهم بذكر الله ألا بذكر الله تطمئن القلوب സ്നേഹ സമ്പന്നരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, സഹോദരന്മാരെ, സഹോദരിമാരെ, സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന ലോകരക്ഷിതാവായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമ നിർദ്ദേശങ്ങളും വിധിവിലക്കുകളും ജീവിതത്തിലുടനീളം കാത്തു സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് സ്വന്തത്തെ മറക്കാതെ ഓരോരുത്തരോടും ഉണർത്തുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മനുഷ്യന് നൽകുന്ന ഏറ്റവും വലിയ തൗഫീഖാണ്, കാരുണ്യമാണ് ഹിദായത്ത് എന്നുള്ളത്. സന്മാർഗത്തിന്റെ വഴി, വിശിഷ്യ തൗഹീദിന്റെ വഴി ഒരാൾക്ക് ലഭിക്കുക എന്നത് ജീവിതത്തിൽ ഏറ്റവും പ്രാധാന്യമുള്ള ഒന്നാണ്. ഏറ്റവും വിലപ്പെട്ട ഒരു സമ്പത്താണ് തൗഹീദ് എന്നുള്ളത്. പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ബോധ്യപ്പെടുത്തിയത് ഒരു മനുഷ്യന്റെ ജീവിതത്തിലേക്ക് എല്ലാ മേഖലകളിലേക്കും വെളിച്ചം വീശുന്ന ഒന്നാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്നതിന്റെ പ്രകാശം. അക്രമം കലരാത്ത വിശ്വാസം ഒരാളുടെ ജീവിതത്തിൽ കെട്ടിപ്പടുക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അതിനേക്കാൾ വലിയ മഹിമയും മഹത്വവും വേറെയില്ല. പരിശുദ്ധ ഖുർആനിലെ 6-ാമത്തെ അധ്യായം അതിന്റെ 82-ാമത്തെ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത് കാണാം. അല്ലദീന ആമനു, വിശ്വാസം ഉൾക്കൊള്ളുകയും വിശ്വസിക്കുകയും വലം യൽബിസു ഈമാനഹും ബിദുൽമിൻ, താൻ വിശ്വസിച്ചിട്ടുള്ള വിശ്വാസത്തിൽ ദുൽമ് കലർത്താതിരിക്കുകയും ചെയ്യുന്നവർ ആരാണോ, അങ്ങനെയുള്ള ആളുകളെ കുറിച്ച് ഖുർആൻ പറഞ്ഞത് ഉലൈക ലഹുമുൽ അംന്, അവർക്കാണ് നിർഭയത്വമുള്ളത്, അവർക്കാണ് സമാധാനത്തിന്റെയും നിർഭയത്വത്തിന്റെയും ജീവിതമുള്ളത് എന്ന് ഖുർആൻ ബോധ്യപ്പെടുത്തുന്നത് കാണാം. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു ഉലൈക ലഹുമുൽ അംന്, അവർക്കാണ് നിർഭയത്വം, വഹും മുഹ്തദൂൻ, അവർ തന്നെയാണ് സന്മാർഗം പ്രാപിച്ചിട്ടുള്ള ആളുകളെന്ന് ഖുർആൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഭൂമി ലോകത്ത് ഏറ്റവും വലിയ സന്മാർഗം എന്നുള്ളത് വളച്ചുകെട്ടില്ലാതെ പരിശുദ്ധ ഇസ്ലാം പഠിപ്പിച്ച ലാ ഇലാഹ ഇല്ലല്ലയിൽ വെള്ളം ചേർക്കാതെ
കളങ്കമില്ലാതെ തൗഹീദ് സ്വീകരിക്കാനുള്ള തൗഫീഖ് ഒരാൾക്ക് ലഭിക്കുക എന്നതാണ്. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉലൈക ലഹുൽ അംന്, അവർക്കാണ് നിർഭയത്വം എന്ന് പരാമർശിക്കുന്നതിന് തൊട്ടു മുമ്പ് അല്ലാഹു പറഞ്ഞ വാക്ക് ആർക്കാണോ ആരെങ്കിലും വലം യൽബിസു ഈമാനഹും ബിദുൽമിൻ, ഈമാനിൽ ദുൽമ കലർത്താതിരിക്കുകയും ചെയ്തവർ എന്നാണ് ഖുർആൻ ഓർമ്മപ്പെടുത്തിയത്. എന്താണ് ഈ ദുൽമ? ഈമാനിലുള്ള ദുൽമ, വിശ്വാസരംഗത്തുള്ള ദുൽമ എന്ന് പറഞ്ഞാൽ പരിശുദ്ധ ഖുർആൻ ബോധ്യപ്പെടുത്തി, ഇന്ന ശിർക ലദുൽമുൻ അദീം. ശിർക്ക് എന്ന മഹാപാതകം, ഭൂമി ലോകത്തെ ഏറ്റവും വലിയ ദുൽമെന്ന് പറയുന്നത്, ഒന്നാമത്തെ പാപം എന്ന് പറയുന്നത് അത് ശിർക്കാണ്. ഒരാളുടെ ജീവിതത്തിൽ ശിർക്ക് സംഭവിച്ചു കഴിഞ്ഞാൽ അവന്റെ ജീവിതം പാടെ പരാജയത്തിലാണെന്ന് ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നത് കാണാം, ബോധ്യപ്പെടുത്തുന്നത് കാണാം. ഭൂമി ലോകത്ത് എത്ര നന്മകൾ ഒരാൾ നേടിയെടുത്താലും അയാളുടെ ജീവിതത്തിന്റെ ചുറ്റുപാടുകളിൽ നിന്ന് എന്തെല്ലാം നന്മകൾ അയാൾ ചെയ്താലും ശരി, ആ നന്മകളൊന്നും വിലപ്പോവുകയില്ല ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ വിശ്വാസരംഗത്ത് പിഴവ് പറ്റിയാൽ. മൻ അമില സ്വാലിഹൻ മിൻ ദക്കരിൻ ഔ ഉൻസാ ഫഹുവ മുഅ്മിൻ. മൻ അമില സ്വാലിഹൻ, ആരാണോ അമലു സ്വാലിഹാത്തുകൾ വർദ്ധിപ്പിക്കുന്നത്, മിൻ ദക്കരിൻ ഔ ഉൻസാ, ആണാവട്ടെ പെണ്ണാവട്ടെ അമലുകൾ വർദ്ധിപ്പിക്കുന്ന ആളുകൾ. എങ്ങനെയുള്ള അമലുകൾ? ഫഹുവ മുഅ്മിനുൻ, ഈമാനോടുകൂടി വിശ്വാസം നന്നാക്കിക്കൊണ്ട് ഇബാദത്ത് ചെയ്യുന്നവരെ കുറിച്ചാണ് ഖുർആൻ പരാമർശിച്ചത്. അങ്ങനെയുള്ള ആളുകൾക്ക് അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു നല്ല ജീവിതം അല്ലാഹു ഒരുക്കി വച്ചിരിക്കുന്നു എന്ന് ഖുർആൻ ഓർമ്മപ്പെടുത്താൻ. ഒരു നല്ല ജീവിതം ഇഹലോകത്തും പരലോകത്തും ഒരാൾക്ക് കെട്ടിപ്പടുക്കാൻ സാധിക്കണമെങ്കിൽ വിശ്വാസത്തിൽ പിഴവ് പറ്റിക്കൂടാ എന്ന് ഖുർആൻ ഓർമ്മപ്പെടുത്തുകയാണ്. നിങ്ങൾ നോക്കൂ, അത് ഈ ഭൂമിയിൽ മാത്രമല്ല, പരലോകത്തും അവർ നിർഭയരാണ്. പരലോകത്തും അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്ഥിരത നൽകുകയാണ്. പരിശുദ്ധ ഖുർആനിലെ 14-ാമത്തെ അധ്യായം അതിന്റെ 27-ാമത്തെ വചനത്തിൽ അല്ലാഹു പഠിപ്പിക്കുന്നത്, യുസബ്ബിതുല്ലാഹു അല്ലദീന ആമനു ബിൽ ഖൗലി സാബിതി ഫിൽ ഹയാത്തിദ് ദുനിയ വഫിൽ ആഖിറ വയുദില്ലുല്ലാഹു അസ്സാലിമീൻ വയഫ്അലുല്ലാഹു മാ യശാ. പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണ്, യുസബ്ബിതുല്ലാഹു അല്ലദീന ആമനു ബിൽ ഖൗലി സാബിത്. പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത് ഐഹിക ജീവിതത്തിലും പരലോകത്തിലും, ദുനിയാവിലെ ജീവിതത്തിലാവട്ടെ പരലോകത്താവട്ടെ, ഫിൽ ഹയാത്തിദ് ദുനിയ വഫിൽ ആഖിറ, ഈ ദുനിയാവിലും നാളെ പരലോകത്തും അവരെ സംബന്ധിച്ചിടത്തോളം ഈ ദുനിയാവിലും പരലോകത്തും അല്ലാഹു സുസ്ഥിരമായ വാക്കുകൊണ്ട് വിശ്വാസികൾക്ക് അല്ലാഹു ഉറപ്പ് നൽകുമെന്നാണ്. യുസബ്ബിതുല്ലാഹു അല്ലദീന ആമനു ബിൽ ഖൗലി സാബിത്. ഐഹിക ജീവിതത്തിലും പരലോക ജീവിതത്തിലും സുസ്ഥിരമായ വാക്കുകൾ കൊണ്ട് സത്യവിശ്വാസികളെ നാം ഉറപ്പിച്ചു നിർത്തും. ദുനിയാവിലാവട്ടെ പരലോകത്താവട്ടെ, മരണത്തിന്റെ നേരത്ത് ഷഹാദത്ത് കലിമ ഉരുവിടുന്നിടത്ത് പോലും സഹോദരങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് സ്ഥൈര്യം നൽകുകയാണ്. എന്തിലൂടെ? തൗഹീദ് ഒരാൾ വ്യക്തമായ നിലക്ക് സ്വീകരിക്കുന്നതിലൂടെ. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് അടക്കമുള്ള വിശ്വാസ മേഖലകളെല്ലാം എല്ലാ രംഗത്തും സൂക്ഷ്മത കൈവരിക്കുന്നവർക്ക്. എന്നിട്ട് ഖുർആൻ ഓർമ്മപ്പെടുത്തി, വയുദില്ലുല്ലാഹു അസ്സാലിമീന വയഫ്അലുല്ലാഹു മാ യശാ. അല്ലാഹു സുബ്ഹാനഹു വ തആല ദുർമാർഗത്തിലാക്കും അക്രമകാരികളെ. അല്ലാഹു ദുർമാർഗത്തിലാക്കുകയും എന്നാൽ വയഫ്അലുല്ലാഹു മാ യശാ, അല്ലാഹു ഉദ്ദേശിക്കുന്നതെന്തോ അത് പ്രവർത്തിക്കുന്നവനാണ് റബ്ബ് എന്ന് റഹ്മാനായ റബ്ബിനെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, ഏത് തരത്തിലുള്ള തൗഹീദിനെയാണ് ഇവിടെ പഠിപ്പിച്ചത്? ഒരു മനുഷ്യന് ഏത് ഘട്ടത്തിലും നിർഭയത്വം നൽകുന്ന ഒരു ആദർശത്തെ ഖുർആൻ ഓർമ്മപ്പെടുത്താൻ. ജീവിതത്തിൽ നിർഭയത്വമുണ്ട് തൗഹീദിലൂടെ. അതേപോലെ തന്നെ മനസ്സിന് ശാന്തത ലഭിക്കുന്ന ഒരാദർശമായി ഖുർആൻ ഈ മേഖലയെ പഠിപ്പിക്കുകയാണ്. അല്ലദീന ആമനു വതത്മഇന്നു ഖുലൂബുഹും ബിദിക്രില്ലാഹ് അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. അല്ലദീന ആമനു, വിശ്വാസം ഉൾക്കൊള്ളുകയും, വതത്മഇന്നു ഖുലൂബുഹും ബിദിക്രില്ലാഹ്, ആ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ ദിക്റുകൾ കൊണ്ട് മനസ്സുകളെ ശാന്തമാക്കിയവരെ, അലാ നിങ്ങൾ അറിയണം, ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്, അല്ലാഹുവിനെ ദിക്റെടുക്കുന്നതിലൂടെ, റബ്ബിലേക്ക് പ്രാർത്ഥനകളിലൂടെ, അദ്കാറുകളിലൂടെ
അള്ളാഹുവിലേക്ക് മനസ്സിനെ അടുപ്പിക്കുന്നതിലൂടെയാണ് നിങ്ങൾക്ക് എന്തുണ്ടാകുന്നത്? തത്മഇന്നുൽ ഖുലൂബ്, നിങ്ങൾക്ക് സമാധാനമുള്ള ഒരു കൽബ് നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കുന്നത്, ശാന്തമുള്ള ഒരു കൽബ് നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കുക എന്ന് ഖുർആൻ ഓർമ്മപ്പെടുത്തുകയാണ്. എല്ലാ മേഖലയിലേക്കും വെളിച്ചം വീശുകയാണ്. കുടുംബപരമായ പ്രശ്നങ്ങൾ ജീവിതത്തിൽ നിന്ന് തുടച്ചു നീക്കണമെങ്കിൽ സഹോദരങ്ങളെ മനസ്സിനെ റബ്ബിലേക്ക് അടുപ്പിക്കണം. സാമ്പത്തിക രംഗത്തുള്ള ഞെരുക്കങ്ങൾ അകലാൻ എന്താ മാർഗമെന്ന് അന്വേഷിക്കുമ്പോ അധ്വാനിക്കുന്നതിന്റെ കൂടെ നാം നമ്മുടെ മനസ്സുകൾ അള്ളാഹുവിലേക്ക് കൽബിനെ ബന്ധപ്പെടുത്തുന്ന ആളുകളായി മാറാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതിന്റെ ഭാഗമാണ് സഹോദരങ്ങളെ തവക്കുൽ എന്ന് പറയുന്നത്. എന്റെ റബ്ബുണ്ട്, ഏത് പരീക്ഷണങ്ങളാവട്ടെ, ഏത് പ്രതിസന്ധിയാവട്ടെ, എന്റെ റബ്ബ് എന്റെ കൂടെയുണ്ട് എന്ന് അചഞ്ചലമായി വിശ്വസിക്കുക എന്നുള്ളതാണ്. ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ. എല്ലാ ഘട്ടത്തിലും ഒരു വിശ്വാസിക്ക് പ്രഖ്യാപിക്കാൻ കഴിയേണ്ട, ഒരു വിശ്വാസിക്ക് ആശ്വാസം പകരുന്ന ഒരു വാക്ക് മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നത് കാണാം. ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ ഖാലഹ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ഹീന ഉൽഖിയ ഫിന്നാർ. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ തീക്കുണ്ടാരത്തിലേക്ക് എറിയുന്ന സമയത്ത് ഇബ്രാഹിം നബി പ്രഖ്യാപിച്ച പ്രഖ്യാപനമാണ് ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ. എന്റെ റബ്ബുണ്ട്, എനിക്ക് ബരമേൽപ്പിക്കാൻ അവൻ എത്ര നല്ലവനാണ്. ആ റബ്ബിലേക്ക് കൽബിനെ ബന്ധപ്പെടുത്താൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? ജീവിതത്തിൽ ഒരു പ്രശ്നം വരുമ്പോഴേക്ക് കെട്ടി ഉയർത്തിയ ജാറങ്ങളിലേക്ക് ഓടുന്ന മനുഷ്യരുണ്ട്. ജീവിതത്തിന്റെ ഭാണ്ഡക്കെട്ടുകൾ ഇറക്കി വെക്കാൻ വേണ്ടി ഏതെങ്കിലും ആൾദൈവങ്ങളുടെ മുന്നിലേക്ക് ജീവിതത്തെ സമർപ്പിക്കാൻ വേണ്ടി ഓടുന്നവരുണ്ട്. അവിടെയൊന്നുമല്ല സമാധാനം, അവിടെയൊന്നുമല്ല നിർഭയത്വം. ലഹരിയുടെ മായാലോകങ്ങളിലേക്ക് കടന്നു ചെന്ന് ലഹരിയിൽ തനിക്ക് സമാധാനം കിട്ടുമെന്ന് അന്വേഷിക്കുന്ന പലരുമുണ്ട്. ജീവിതത്തിൽ ഒരു ടെൻഷൻ, ചെറിയൊരു ടെൻഷൻ വരുമ്പോഴേക്ക് മദ്യപാനത്തിലേക്ക് പോകുന്നവർ, ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നവർ, ഏതെങ്കിലും സംഗീതങ്ങളുടെ ലോകത്ത് ചെന്ന് അത്തരം ഹറാമിന്റെ പിന്നാലെ പോകുന്നവർ എത്രയാണെന്ന് നമ്മുടെ നാടുകളിൽ. സഹോദരങ്ങളെ, അവിടെയൊന്നുമല്ല നിങ്ങൾക്കുള്ള ശാന്തത, നിങ്ങൾക്കുള്ള സമാധാനത്തിന്റെ വഴി. അത് തൗഹീദിലൂടെ മാത്രമാണ്, അത് റബ്ബിലേക്ക് മനസ്സുകൾ അടുപ്പിക്കുന്നതിലൂടെ മാത്രമാണെന്ന് ഖുർആൻ ഓർമ്മപ്പെടുത്തുകയാണ്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ച വാചകം ഇതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഹസ്ബുനല്ലാഹ്, എനിക്കെന്റെ റബ്ബുണ്ട്. സഹോദരങ്ങളെ, നമ്മുടെ കുട്ടിക്ക് ഒരു ആക്സിഡന്റ് പറ്റി എന്നറിഞ്ഞാൽ, നമ്മുടെ കുഞ്ഞ്, നമ്മുടെ മോന് ബൈക്കിൽ യാത്ര ചെയ്യുന്നതിനിടയിൽ ഒരു ആക്സിഡന്റിൽ സംഭവിച്ച് ഇന്ന ഹോസ്പിറ്റലിൽ അവൻ അഡ്മിറ്റ് ചെയ്തിരിക്കുന്നു എന്നൊരു ഫോൺ കോൾ നമുക്ക് വന്നാൽ വെപ്രാളത്തിൽ ഓടിച്ചെന്ന് നോക്കുമ്പോ ICU വാർഡിലേക്ക് ഓടിച്ചെന്ന് ആ ദ്വാരത്തിലൂടെ അകത്തേക്ക് നോക്കുമ്പോ രക്തത്തിൽ കുളിച്ച് കിടക്കുന്ന മകനെ കണ്ടാൽ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ഒരു വിചാരല്ലേ? ആ സമയത്തൊരു വിശ്വാസിയുടെ മനസ്സെന്തായിരിക്കും? അല്ലാഹുമ്മ ലാ മാനി അലിമാ അഅതൈത വലാ മുഅതി ലിമാ മനഅത. പടച്ചോനെ, നീ തന്നത് തടയാനോ നീ തടഞ്ഞത് തരാനോ ഭൂമി ലോകത്താർക്കും സാധ്യമല്ല. ഇത് നിസ്കാരം കഴിഞ്ഞിട്ട് സലാം വീട്ടിക്കഴിഞ്ഞാൽ ഇതിങ്ങനെ ചൊല്ലും നമ്മള്. പിന്നെ അല്ലാഹുമ്മ ലാ മാനി അലിമാ അഅതൈത വലാ മുഅതി ലിമാ മനഅത. പലപ്പോഴും ഒരു യന്ത്രം ചൊല്ലിപ്പോണ പോലെ ഇങ്ങനെ പോവുകയാണ്. ഇതിന്റെ ഹൃദയത്തിൽ ഇത് ഇറക്കി ഇതൊരാഴത്തിൽ കൽബിലേക്ക് പതിപ്പിച്ചിട്ട് ചൊല്ലാൻ നമുക്ക് കഴിയുന്നുണ്ടോ എന്നാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു, ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ. എന്റെ റബ്ബുണ്ട്. ഒരു വിശ്വാസിക്ക് ഏത് ഘട്ടത്തിലും അല്ലാഹ് കൂടെയുണ്ട് എന്ന് അചഞ്ചലമായി ഉൾക്കൊണ്ടാൽ അതിനേക്കാൾ വലിയ സമാധാനം, സന്തോഷം വേറെ ഏതാ? അലൈസല്ലാഹു ബികാഫിൻ അബ്ദാ, അല്ലാഹുവിന്റെ അടിമക്ക് അല്ലാഹ് പോരെ എന്ന് ഖുർആൻ ചോദിക്കുന്നുണ്ട്. സഹോദരങ്ങളെ, എല്ലാ ഘട്ടങ്ങളിലും അല്ലാഹു നമ്മുടെ കൂടെയുണ്ട് എന്ന് ഉറച്ചു വിശ്വസിക്കാനും ഉറച്ചു നിൽക്കാനും നമുക്ക് സാധിക്കണമെന്നാണ്. നിങ്ങൾ നോക്കൂ, ഉഹദിന്റെ യുദ്ധഭൂമി ചരിത്രത്തിൽ നമുക്ക് നൽകുന്ന പാഠം. ഉഹദിൽ പടപൊരുതി പരാജയത്തിന്റെ ഘട്ടത്തിലെത്തി നിൽക്കുന്ന സമയം വിശ്വാസികൾ പരാജയപ്പെട്ടു എന്ന് കാഫിറുകളായ അല്ലെങ്കിൽ മുശ്രിക്കുകളായ ശത്രു സമുദായം ആഘോഷത്തിന്റെ തിമിർപ്പിലാണ്. അബൂ സുഫിയാനും കൂട്ടരും ആഘോഷിച്ച് തിമിർക്കുകയാണ്. അബൂ സുഫിയാനിന്റെ ആളുകൾ അപ്പുറത്തിരുന്നിട്ട് ഡയലോഗുകൾ പറയാൻ, മുസ്ലിമീങ്ങളെ പരിഹസിച്ചുകൊണ്ട് അള്ളാന്റെ റസൂലിന്റെ മുഖത്ത് നോക്കി പരിഹാസത്തിന്റെ വാക്കുകൾ ഉഹദിന്റെ ഭൂമിയിൽ വെച്ച് ഉരുവിടുന്ന രംഗമുണ്ട്. ഓരോ വാക്ക് പ്രയോഗിക്കുമ്പോഴും കോപാകുലനാകുന്ന ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ചാടി എഴുന്നേൽക്കും. എന്നിട്ട് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ മുന്നിൽ ഈ വാക്കുകൾ പ്രയോഗിക്കുന്ന അബൂ സുഫിയാനെതിരെ സംസാരിക്കാൻ വേണ്ടി ഉമർ റളിയല്ലാഹു അൻഹു എണീക്കുമ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഉമറിന്റെ തല പിടിച്ചിട്ട് അവിടെ ഇരുത്തും. ഉമർ അവിടെ ഇരിക്ക്,
രണ്ടാമതും എഴുന്നേൽക്കും. മൂന്നാമതും അബൂ സുഫിയാനിന്റെ വാക്ക് കേൾക്കുമ്പോൾ വീണ്ടും ഉമർ റളിയല്ലാഹു അൻഹു കോപാകുലനാകും. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ അടക്കിയിരുത്തിയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് അടക്കമുള്ള സ്വഹാബത്തിന്റെ മുഖത്ത് നോക്കി അബൂ സുഫിയാൻ ഒരു വാക്ക് പറഞ്ഞു, ലനൽ ഉസ്സ വലാ ഉസ്സ ലക്കും, ഞങ്ങൾക്ക് സംരക്ഷകനായി, ഞങ്ങൾക്ക് സഹായമായി ഉസ്സ ഞങ്ങളുടെ കൂടെയുണ്ട്, നിങ്ങൾക്ക് ഉസ്സയില്ലല്ലോ എന്നാൽ. ലാത്ത ഉസ്സ മനാത്ത എന്ന പേരിൽ അറിയപ്പെട്ട അവരുടെ സംരക്ഷകരായി അവർ കണ്ടിരുന്ന ദൈവങ്ങൾ, ആ ദൈവങ്ങളിലെ ഒരു ദൈവത്തിന്റെ പേര് പരാമർശിച്ച്, ഉസ്സയുടെ പേര് പരാമർശിച്ചിട്ട് അവർ പറഞ്ഞ വാക്കാണ് ലനൽ ഉസ്സ വലാ ഉസ്സ ലക്കും. ഈ വാക്ക് കേട്ട ഉടനെ ഞങ്ങൾക്ക് ഉസ്സയുണ്ട്, നിങ്ങൾക്ക് ഉസ്സയില്ലല്ലോ സംരക്ഷണത്തിനായി എന്ന് കേട്ടപ്പോൾ ഇരിക്കുന്ന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചിട്ട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉമർ ഇപ്പൊ പറ ഉമറെ മറുപടി. അതിന് കൊടുക്കുമറേ മറുപടി പറയേണ്ടത് ഇതിനാണ്. അന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഉഹുദിന്റെ ഭൂമിയിൽ വെച്ച് പ്രഖ്യാപിച്ച പ്രഖ്യാപനം, ജീവിതത്തിൽ ഏത് നാശനഷ്ടങ്ങൾ സംഭവിച്ചാലും ഒരു വിശ്വാസിയുടെ കൽബിൽ നിന്ന് വരേണ്ട വാക്ക്, അന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അല്ലാഹു മൗലാന വലാ മൗലാ ലക്കും. അല്ലാഹു മൗലാന, ഞങ്ങൾക്ക് മൗലയായി, ഞങ്ങൾക്ക് സംരക്ഷകനായി അല്ലാഹു ഞങ്ങളുടെ കൂടെയുണ്ട്. വലാ മൗലാ ലക്കും, അല്ലാഹു ഞങ്ങളുടെ കൂടെയുണ്ട്, നിങ്ങൾക്ക് മൗലയുടെ അല്ലാഹുവിന്റെ സംരക്ഷണം നിങ്ങൾക്കില്ലല്ലോ എന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു വായടപ്പൻ മറുപടി ഉഹുദിന്റെ ഭൂമിയിൽ നിന്ന് അബൂ സുഫിയാനിന്റെയും കൂട്ടരുടെയും മുഖത്ത് നോക്കി പ്രഖ്യാപിച്ചത് ചരിത്രത്തിൽ വായിക്കുന്നുവെങ്കിൽ സഹോദരങ്ങളെ, സ്വഹാബത്തിന് ഏത് പ്രതിസന്ധിയിൽ പിടിച്ചു നിൽക്കാനും, ഏത് പരീക്ഷണ ഘട്ടത്തിൽ പിടിച്ചു നിൽക്കാനും സ്വഹാബത്തിന്റെ ജീവിതത്തിൽ അവർക്ക് ഊർജം പകർന്നത് ഈ വിശ്വാസമാണ്. ഈ വിശ്വാസത്തിൽ തകരാറുകൾ പറ്റിക്കൂടാ, ഈ വിശ്വാസത്തിൽ പിഴവ് പറ്റിക്കൂടാ. അള്ളാഹു നമ്മുടെ കൂടെയുണ്ടെന്ന് അചഞ്ചലമായി വിശ്വസിച്ച് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പഠിപ്പിച്ച വാക്ക് ചരിത്രത്തിൽ നമ്മൾ വായിക്കുന്നുവെങ്കിൽ സഹോദരങ്ങളെ, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. അതുകൊണ്ട് പടച്ച റബ്ബിനെ അറിയേണ്ട രൂപത്തിൽ അറിയാനും, അള്ളാഹുവിലേക്ക് അടുപ്പിക്കേണ്ട രൂപത്തിൽ കൽബിനെ അടുപ്പിക്കാനും, ശിർക്കില്ലാത്ത കുഫ്ർ കലരാത്ത വിശ്വാസമുണ്ട് എന്ന് ഉറപ്പുവരുത്തി മുന്നോട്ട് പോകാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. റഹ്മാനായ റബ്ബ് നമുക്ക് പഠിപ്പിച്ചു തന്ന ഈ മാർഗങ്ങൾ സ്വീകരിച്ച് മുന്നോട്ട് പോകണം. നോക്കൂ നിങ്ങൾ, മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുർആനിന്റെ വചനമോദി പഠിപ്പിച്ചു, ഒരു വിശ്വാസിയുടെ ഏത് ഘട്ടത്തിലും ഒരു വിശ്വാസിക്ക് സംരക്ഷണം നൽകുന്നത് അവന്റെ ദുആയാണ്. ഖുർആൻ പറഞ്ഞല്ലോ, ഇദാ സഅലക ഇബാദി അന്നീ ഫഇന്നീ ഖരീബ് ഉജീബു ദഅവത്തദ് ദാഇ ഇദാ ദആൻ ഫല്യസ്തജീബൂ ലീ വൽയുമിനൂ ബി ലഅല്ലഹും യർശുദൂൻ. നബിയെ, എന്റെ അടിമകൾ എന്നെ കുറിച്ച് നിന്നോട് ചോദിച്ചാൽ അന്നീ ഫഇന്നീ ഖരീബ്, ഞാൻ അവരുടെ അടുത്തുണ്ട്, കൂടെയുണ്ടെന്ന് അവരോട് പറഞ്ഞു കൊടുക്കൂ നബിയെ. അവരുടെ അടുത്തുണ്ട് എന്ന് പറഞ്ഞു കൊടുക്കൂ റസൂലേ. നോക്കൂ നിങ്ങൾ, അല്ലാഹ് നമ്മുടെ കൂടെ ഉണ്ട് എന്ന് വിശ്വസിക്കാൻ. ഒരു സാമ്പത്തിക ഞെരുക്കം വരുമ്പോ ആ സാമ്പത്തിക ഞെരുക്കം സഹിക്കാതെ പലിശയിലേക്ക് പോകുന്ന മനുഷ്യരില്ലേ? ജീവിതത്തിൽ ഒരു മാറാരോഗം പിടിപെടുമ്പോഴേക്ക് ആത്മഹത്യയുടെ വഴി തേടുന്നവരില്ലേ നമ്മുടെ നാടുകളിൽ? ഇല്ലേ? ജീവിതത്തിൽ ഒരു ചെറിയ പ്രയാസം കടന്നു വരുമ്പോഴേക്ക് ഏതെങ്കിലും ജീവിതത്തിൽ ഉൾക്കൊള്ളാൻ പറ്റാത്ത തോന്നിവാസങ്ങൾ ജീവിതത്തിൽ സ്വീകരിക്കുന്ന മനുഷ്യന്മാർ, ഈമാൻ നഷ്ടപ്പെട്ടു പോകുന്ന മനുഷ്യന്മാർ, മുർത്തദ്ദായി പോകുന്ന മനുഷ്യന്മാർ എത്രയാണ് നമ്മുടെ നാടുകളിൽ? തൗഹീദുണ്ട് എന്ന് വാദിച്ചിരുന്നവർ, എല്ലാ സമയങ്ങളിലും ദീനിനു വേണ്ടി ഓടി നടന്നവർ പോലും സഹോദരങ്ങളെ, ഒരു പ്രയാസം വന്നപ്പോ ജീവിതത്തിൽ നിന്ന് വഴിമാറി സഞ്ചരിക്കുന്ന പല മനുഷ്യരുണ്ട്. റഹ്മാനായ റബ്ബ് നമുക്ക് പഠിപ്പിച്ചു തന്ന വാക്ക് സഹോദരങ്ങളെ, അള്ളാഹു നമ്മുടെ കൂടെയുണ്ട് എന്നാണ്. എന്നിട്ട് ഖുർആൻ പറഞ്ഞ എന്താ അറിയോ? ഉജീബു ദഅവത്തദ് ദാഇ ഇദാ ദആൻ. അതുകൊണ്ട് ദുആ ചെയ്യുന്നവർ എന്നോട് ദുആ ചെയ്യട്ടെ. പടച്ചോൻ പറയാണ്, നിങ്ങൾ എന്നോട് പറഞ്ഞോളി, പരിഹാരം അല്ലാഹ് തരുമെന്ന് പറയുമ്പോ എന്തിനാണ് സഹോദരങ്ങളെ ഈമാൻ നഷ്ടപ്പെടുത്തുന്നത്? പടച്ചോനാണ് പരിഹാരത്തിന്റെ വഴി. ജീവിതത്തിലെ ഏത് പ്രശ്നങ്ങൾക്കും പരിഹാരത്തിന്റെ മാർഗം അള്ളാഹുവാണ് എന്ന് തിരിച്ചറിയാൻ നമുക്ക് കഴിയാം. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീഖ് നമുക്ക് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. الصلاة والسلام على أشرف الأنبياء والمرسلين
نبينا محمد وعلى آله وصحبه أجمعين أما بعد اتقوا الله عباد الله أوصيكم ثانيا بتقوى الله. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങളും വിധിവിലക്കുകളും ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും കാത്തു സൂക്ഷിച്ചുകൊണ്ട് ജീവിതത്തെ ചിട്ടപ്പെടുത്തണം എന്ന് ഒരിക്കൽ കൂടി എല്ലാവരോടും ഉണർത്തുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്. ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ പരീക്ഷണങ്ങൾ കടന്നുവരിക എന്നത് സ്വാഭാവികമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ പരീക്ഷിക്കുമെന്ന് റഹ്മാനായ റബ്ബ് പഠിപ്പിച്ചതുകൂടിയാണ്. വലനബ്ലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ വനഖ്സിൻ മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്ത് വബശ്ശിരിസ് സ്വാബിരീൻ. പല രൂപത്തിലുള്ള പരീക്ഷണങ്ങൾ വിശ്വാസികൾക്ക് കടന്നുവരുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. സമ്പത്ത് നശിപ്പിച്ച്, ഭയപ്പാടുകൊണ്ട്, രോഗം നൽകിക്കൊണ്ട്, മരണം നൽകിക്കൊണ്ട് പല രൂപത്തിലുള്ള പ്രതിസന്ധികൾ വിശ്വാസിയുടെ ജീവിതത്തിലേക്ക് കടന്നുവരും. അന്ന് വിജയിക്കുന്നവർ വബശ്ശിരി സ്വാബിരീൻ, ക്ഷമാലുക്കൾക്കാണ് വിജയമുള്ളത്. ആ വിജയം നേടിയെടുക്കണമെങ്കിൽ സഹോദരങ്ങളെ, ഈമാനുള്ള ഖൽബ് നമുക്കുണ്ടാവുക എന്നത് പ്രധാനമാണ്. എപ്പോഴും ഉറച്ചു നിൽക്കാൻ പറ്റുന്ന ഈമാനുള്ളൊരു ഖൽബിനെ ഉണ്ടാക്കിയെടുക്കുക എന്നതാണ് ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തന്ന മാർഗം. അതാണ് മഹാനായ ഹസൻ റളിയല്ലാഹു അൻഹു പറഞ്ഞ വാക്ക്, ഇന്നമാ തുത്തഖ വതുസ്തദ്ഫഉ ബിദ്ദുആഇ വത്തൗബത്തു വൽ ഇഖ്ലാഇ അനിൽ ദുനൂബ്. നിങ്ങൾക്ക് വല്ല പ്രയാസങ്ങളും കടന്നു വന്നാൽ നിങ്ങൾ പരീക്ഷണങ്ങളെയും പ്രതിസന്ധികളെയും നേരിടേണ്ടത് ആയുധങ്ങൾ കൊണ്ട് നിങ്ങൾക്കതിനെ നേരിടാൻ സാധ്യമല്ല. മറിച്ച് നിങ്ങൾക്ക് നേരിടാൻ സാധിക്കുക, പരീക്ഷണങ്ങളെയും പ്രതിസന്ധികളെയും നിങ്ങൾക്ക് നേരിടാൻ സാധിക്കുന്നത് ഒന്ന് നിങ്ങളുടെ വിശ്വാസം കൊണ്ടാണ്. ഈമാനിനെ കൊണ്ട് നിങ്ങൾക്ക് നേരിടാൻ കഴിയണം. അതേപോലെ തന്നെ നിങ്ങൾക്ക് തൗബ കൊണ്ടും പ്രാർത്ഥന കൊണ്ടും നിങ്ങൾ പരീക്ഷണങ്ങളെ നേരിടാൻ കഴിയുക. നിങ്ങളുടെ പ്രയാസങ്ങൾ നീങ്ങിക്കിട്ടാൻ സന്തോഷങ്ങളിലും അല്ലാത്ത സന്ദർഭങ്ങളിലും ദുഃഖങ്ങളിലുമൊക്കെ അള്ളാഹുവിലേക്ക് കരങ്ങൾ ഉയർത്തുന്നതിലൂടെയാണ് നിങ്ങൾക്ക് സമാധാനമുള്ള വഴി നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിക്കുക എന്നാണ്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം മുന്നിലേക്ക് ഒരു സ്വഹാബി വന്നിട്ട് പറഞ്ഞല്ലോ, റസൂലേ, എൻ്റെ ശരീരത്തിൽ ഇന്നലെ ഒരു വിഷജന്തു എന്നെ കടിച്ചു നബിയെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, എന്താണ് നിന്നെ കടിച്ചതെന്ന് എനിക്കറിയോ? റസൂലുള്ളാഹിനോട് പറഞ്ഞു, അഖറബ്, ഒരു തേളാണ് റസൂലേ, ഒരു തേളാണ് എന്നെ കുത്തിയത്. സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാക്കെന്തറിയോ? നിനക്ക് ഇന്നലെ എങ്ങനെ ദുആ ചെയ്തുകൂടായിരുന്നോ? അഊദു ബികലിമാത്തില്ലാഹി തമ്മാത്തി മിൻ ശർരി മാ ഖലഖ്. പരിഹാരം എന്താ? പ്രാർത്ഥന. പരിഹാരത്തിന്റെ മാർഗം പഠിപ്പിച്ചത് എന്താ? ഒരു വിഷജന്തു കടിക്കുമ്പോ പോലും അതിൽ നിന്ന് നിനക്ക് രക്ഷ ലഭിക്കാനും അത്തരം വിഷജന്തുക്കൾ നിന്നെ കടിക്കാതിരിക്കാനും റസൂലുള്ളാഹി പഠിപ്പിച്ചു കൊടുത്ത മാർഗം എന്താ? ദുആയാണ്. ഒരു മനുഷ്യന്റെ കൽബ് അള്ളാഹുവിലേക്ക് അടുത്തുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് റബ്ബിലേക്ക് അടുക്കുന്നതിലൂടെ, ആ പ്രാർത്ഥനയിലൂടെ നിങ്ങൾക്ക് കിട്ടുന്നൊരു നേട്ടമുണ്ട്. ഗുഹാവാസികൾ ഗുഹയിലകപ്പെട്ടു, ചരിത്രം നമ്മൾ വായിക്കുന്നതാണ്. ഗുഹാമുഖത്ത് വന്ന് അടഞ്ഞ കല്ല് ഗുഹയിൽ നിന്ന് ആ മുഖത്ത് നിന്നും മാറാനുള്ള പരിഹാരത്തിന്റെ മാർഗം എന്തായിരുന്നു? 3 ആളുകളുടെ ദുആ. അവർ ചെയ്ത നന്മകളെ തവസ്സുലാക്കി മുന്നിൽ വെച്ചവർ പ്രാർത്ഥിച്ചത് കൊണ്ട് ആ കല്ല്, 3ാമത്തെ വ്യക്തിയുടെ പ്രാർത്ഥന തീർന്നുമ്പോ കല്ല് പൂർണ്ണമായും അകന്നു എന്ന് പരിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ ബോധ്യപ്പെടുത്തുന്നുണ്ടെങ്കിൽ സഹോദരങ്ങളെ, പ്രാർത്ഥന കൊണ്ട് വലിയ അത്ഭുതങ്ങൾ നേടിയെടുക്കാൻ കഴിയുമെന്നർത്ഥം. വിശ്വാസം കൊണ്ട് പല അത്ഭുതങ്ങളും നേടിയെടുക്കാൻ കഴിയുമെന്നർത്ഥം. അതുകൊണ്ട് വിശ്വാസം എന്നുള്ള ആ ഒരു പദത്തെ, ഈമാൻ എന്ന പദത്തെ ഒരിക്കലും നമ്മൾ നിസ്സാരമായി നമ്മൾ കാണാൻ പാടില്ല. അത് വലിയ തൗഫീഖാണ്. അത് കിട്ടാത്ത കുറേ മനുഷ്യരുണ്ട് ഭൂമിയിൽ. കുറെ മനുഷ്യരുണ്ട്, മുസ്ലിമാണെന്ന് പേരുണ്ടെങ്കിലും കൽബിലേക്ക് ഈമാൻ ഇറങ്ങാത്ത എത്രയെത്ര ആളുകൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഹീദിന്റെ, ഹിദായത്തിന്റെ യഥാർത്ഥ വഴിയിൽ അല്ലാഹു നമ്മളെ ഉറപ്പിച്ചു നിർത്തുമാറാവട്ടെ. അതുകൊണ്ട് സഹോദരങ്ങളെ, പ്രാർത്ഥന ഒരു പരിഹാരത്തിന്റെ വഴിയാണ്. നിങ്ങൾ നോക്കൂ, മത്സ്യത്തിന്റെ വയറ്റിലകപ്പെട്ടു മഹാനായ യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാം. ആ പ്രാർത്ഥനയെ ഖുർആൻ എടുത്തു പഠിപ്പിക്കുന്നുണ്ട്. മത്സ്യത്തിന്റെ വയറ്റിൽ നിന്ന് പ്രാർത്ഥിച്ചതെന്താ? ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അൻത, അല്ലാഹുവേ, നീയല്ലാതെ ഒരു ഇലാഹുമില്ല റബ്ബേ. സുബ്ഹാനക, നീ പരിശുദ്ധനാണ്. ഇന്നി കുന്തു മിനൽ ളാലിമീൻ, എന്റെ അടുത്ത് തെറ്റുകൾ പറ്റിയിട്ടുണ്ട് പടച്ചോനെ.
എന്റെ അടുത്ത് അബദ്ധങ്ങൾ, അപകടങ്ങൾ സംഭവിച്ചിട്ടുണ്ട് നാഥ എന്ന് മഹാനായ പ്രവാചകൻ പ്രാർത്ഥിച്ച പ്രാർത്ഥന. ആ പ്രാർത്ഥനയെ മുൻനിർത്തി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രതിസന്ധിയോ പരീക്ഷണങ്ങളോ വന്നാൽ യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പ്രാർത്ഥനയെ നിങ്ങൾ ആയുധമായി സ്വീകരിക്കണം. മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇതൊക്കെ പരിഹാരത്തിന്റെ മാർഗങ്ങളാണ്, പരിഹാരത്തിന്റെ വഴികളാണ്. ഈ വഴികളിലൂടെ ഈ പ്രാർത്ഥനയും തഖ്വയും ഈമാനും തൗബയും ഇതൊക്കെ മുൻനിർത്തിക്കൊണ്ട് പരീക്ഷണങ്ങളിൽ ജീവിതത്തിൽ ഉറച്ചു നിൽക്കാൻ നമുക്ക് സാധിക്കുക എന്നതാണ്. ഈമാൻ പ്രധാനമാണ്. പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു ഓർമ്മപ്പെടുത്തി, കൊടുങ്കാറ്റുകൾ പോലെ പരീക്ഷണങ്ങൾ വന്നാലും ഒരു വിശ്വാസി പതറുകയില്ല. കാരണം അസ്ലുഹാ സാബിതുൻ വഫറഉഹാ ഫിസ്സമാ, ആഴങ്ങളിലേക്ക് വേരുകൾ ഇറങ്ങി നിൽക്കുന്ന ഒരു വൃക്ഷം പോലെയാണ് ഒരു വിശ്വാസി എന്ന് പറഞ്ഞാൽ. പടർന്ന് പന്തലിച്ച് നിൽക്കുന്ന അതിന്റെ ചില്ലകളുള്ള ഒരു വൃക്ഷം പോലെയാണ് ഒരു വിശ്വാസി എന്ന് പറഞ്ഞാൽ. എത്ര വലിയ കൊടുങ്കാറ്റ് വന്നാലും ആ വൃക്ഷം ആടി ഉലയാതെ നിൽക്കുന്നത് പോലെ ഏത് തരത്തിലുള്ള പരീക്ഷണങ്ങളും പ്രതിസന്ധികളും ജീവിതത്തിലേക്ക് വന്നാലും വിശ്വാസി ആടി ഉലയാതെ നിൽക്കുമെന്നാണ് ഖുർആൻ നമ്മൾ ഓർമ്മപ്പെടുത്തിയതെങ്കിൽ അതിന് അല്ലാഹു ഉപമിച്ച ശൈലി ഇങ്ങനെയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈമാനിൽ ദുൽമ കലരാതിരിക്കാൻ അവിടെയാണ് നമുക്ക് നിർഭയത്വമുള്ളത്, അവിടെയാണ് നമ്മുടെ മനസ്സുകൾക്ക് സമാധാനമുള്ളത്, അവിടെയാണ് ജീവിതത്തിന്റെ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമുള്ളത് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം. ഈ വിശ്വാസം സ്വീകരിച്ച് അത് ഉൾക്കൊണ്ട് യഥാർത്ഥ രൂപത്തിൽ മുന്നോട്ട് പോകുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒരു ചെറിയ കയറിന്റെ തുമ്പിൽ അവന്റെ ജീവൻ ഒതുക്കേണ്ടി വരില്ല. ഒരു ചെറിയ വിഷക്കുപ്പി കൊണ്ടവന്റെ ജീവൻ ഒതുക്കേണ്ടി വരില്ല. കാരണം എനിക്കെന്റെ റബ്ബുണ്ട്, എന്തെങ്കിലും ഒരു പരിഹാരം എൻ്റെ റബ്ബ് എനിക്ക് നൽകുമെന്ന് ഉറച്ചു വിശ്വസിക്കുന്നവനായിരിക്കും ഈമാനുള്ളവൻ. ആ രൂപത്തിൽ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കണം. റഹ്മാനായ റബ്ബ് ഈ വിശ്വാസത്തിൽ അടിയുറച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഈമാനുള്ള ഹൃദയങ്ങളുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. സദാസമയവും പ്രാർത്ഥിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖുലൂബനാ അലാ ദീനിക്. ആ പ്രാർത്ഥനയുടെ കാമ്പ് ഉൾക്കൊണ്ടുകൊണ്ട് അള്ളാഹുവിനോട് നിരന്തരം ദുആ ചെയ്യാനും ആ രൂപത്തിൽ തന്നെ ജീവിതത്തെ ക്രമീകരിക്കാനുമുള്ള തൗഫീഖ് അള്ളാഹു പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് ഒരു പ്രധാനപ്പെട്ട കാര്യം ഉണർത്താനുള്ളത്, നമ്മുടെ എൻ്റെ നാട് ഗൂഡല്ലൂർ എന്ന് പറയുന്ന പ്രദേശം, അവിടെ ഗൂഡല്ലൂരിൽ നിന്ന് ബത്തേരിയിലേക്ക് പോകുന്ന വഴിയിൽ നമ്മൾ ഒരു 22 സെന്റ് സ്ഥലം പള്ളിക്ക് വേണ്ടി, ഒരു ഹിഫ്ളിന്റെ സ്ഥാപനം, ഒരു മദ്രസ സംവിധാനം, ഇതിനൊക്കെ വേണ്ടി ഇൻഷാ അല്ലാഹ് നമ്മൾ അഡ്വാൻസ് കൊടുത്തിട്ടുണ്ട്. വലിയ ഒരു സംഖ്യയാണ് അവിടുത്തെ സ്ഥലത്തിൻ്റെ വിലയുള്ളത്. 3 കോടിയുടെ മുകളിൽ വിലയുണ്ട് ഇൻഷാ അല്ലാഹ്. അപ്പം അതിൻ്റെ കളക്ഷനുകളാണ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് എല്ലാവരും സഹകരിച്ച് സഹായിച്ചാൽ ആ പദ്ധതി നമുക്ക് വളരെ പെട്ടെന്ന് പൂർത്തീകരിക്കാൻ പറ്റുമെന്ന് വിശ്വസിക്കുകയാണ് ഇൻഷാ അല്ലാഹ്. എൻ്റെ കൂടെ അവിടുത്തെ പ്രവർത്തകന്മാർ വന്നിട്ടുണ്ട്. നിങ്ങളുടെയൊക്കെ സഹായങ്ങളും പ്രാർത്ഥനയും അതിൻ്റെ കൂടെ ഉണ്ടാവണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. ഇന്നത്തെ ഇവിടെ നടക്കുന്ന കളക്ഷൻ അതിലേക്കുള്ളതാണ്. മനസ്സറിഞ്ഞ് നിങ്ങൾ സഹായിക്കണം എന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. വലിയ സംഖ്യകൾ ഉദ്ദേശിക്കുന്ന ആളുകളുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് നേരിട്ട് കണ്ട് സംസാരിക്കാം. QR കോഡ് ഉണ്ട്, ഓൺലൈൻ വഴി നിങ്ങൾക്ക് അയച്ചു തരാം. പിന്നീട് വലിയൊരു സംഖ്യയായി തരാൻ ഉദ്ദേശിക്കുന്ന ആളുകളുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് മാർഗ്ഗങ്ങൾ പറഞ്ഞാൽ ഫോളോ അപ്പ് ഞങ്ങൾ ചെയ്തോളും. അതിൻ്റെ എല്ലാ കാര്യങ്ങൾ അറിയണമെങ്കിൽ ഇൻഷാ അല്ലാഹ് നമസ്കാരം കഴിഞ്ഞിട്ട് ഒന്ന് ഇതിൻ്റെ പ്രവർത്തകന്മാരൊന്ന് കണ്ടാൽ ഇൻഷാ അല്ലാഹ് കൂടുതൽ കാര്യം ബോധ്യപ്പെടും. റഹ്മാനായ റബ്ബ് ഇത്തരം ദാനധർമ്മങ്ങൾ ധാരാളം ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. നമ്മളൊക്കെ ധാരാളം ചെയ്യുന്നവരാണ്, ധാരാളം അള്ളാന്റെ മാർഗത്തിൽ നമ്മൾ സമ്പത്ത് ചെലവഴിക്കുന്നവരാണ്. എന്നാലും കിട്ടുന്ന ചാൻസുകളൊന്നും നഷ്ടപ്പെടുത്തരുത് എന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. ഈ ഫസ്റ്റ് മൈൽ എന്ന് പറയുന്ന പ്രദേശം അറിയുന്നവരുണ്ടാകാം ഇവിടെ. ആ പ്രദേശത്തിൻ്റെ ഒരു പ്രത്യേകത, നമ്മൾ ഈ എടുത്ത സ്ഥലം എടുത്തിടത്ത് വേറെ ഒരു പള്ളികളുമില്ല എന്നതാണ് അവിടുത്തെ ഒരു പ്രത്യേകത. ഏകദേശം 1200ഓളം കുടുംബങ്ങൾ, മുസ്ലിം കുടുംബങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഒരു പ്രദേശം കൂടിയാണ്. അപ്പം അവിടെ നിലവിലെ ഒരു പള്ളിയുള്ളത് ടൗണിൽ നിന്ന് കുറച്ച് വിട്ടിട്ടാണ്. ഈ അങ്ങാടിയിൽ വേറെ പള്ളികളില്ല. ഈ പള്ളി വന്നാൽ യാത്രക്കാരുടെ സൗകര്യം, അതേപോലെ തന്നെ ആ പ്രദേശത്തുള്ള ആളുകൾക്ക് ഉള്ള സൗകര്യം, നമ്മുടെ ദഅ്വാ പ്രവർത്തനങ്ങൾക്കുള്ള വലിയൊരു മുതൽക്കൂട്ട് കൂടിയാണ്. കുട്ടികൾക്ക് മതവിദ്യാഭ്യാസ രംഗത്ത് ഉയർച്ചയിലേക്ക് കൊണ്ടുവരാൻ ആ ഒരു സ്ഥാപനം ഉപകരിക്കണമെന്ന നിയ്യത്തോടു കൂടിയാണ് നമ്മൾ ഇത്തരം പദ്ധതിയിലേക്ക് ഇറങ്ങിയിട്ടുള്ളത്. റഹ്മാനായ റബ്ബ് അതിനെ വിജയിപ്പിച്ചു തരുമാറാവട്ടെ. നിങ്ങളുടെയൊക്കെ സഹായങ്ങൾ, സഹകരണങ്ങൾ സഹോദരിമാരോടും ഈ വിഷയം ഓർമ്മപ്പെടുത്തുകയാണ്.
എല്ലാ നിലക്കും നിങ്ങൾക്ക് സഹായിക്കാനുള്ള മാർഗങ്ങൾ മുന്നിലുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെയൊക്കെ ദാനധർമ്മങ്ങളെ സ്വാലിഹായ കർമ്മങ്ങളായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ എല്ലാ തെറ്റുകുറ്റങ്ങളും അല്ലാഹു വിട്ടുപുറത്തു മാപ്പാക്കി തരുമാറാവട്ടെ. അസുഖം ബാധിച്ച് കിടക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടവർ അല്ലാത്തവർ എല്ലാവർക്കും അല്ലാഹു ശിഫാഇനെ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഇ മിൻഹും വൽ അംവാത്ത് إنك مجيب الدعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم يا مقلب القلوب ثبت قلوبنا على دينك. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين. وصلى الله على محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين.